ആ വായിച്ചു ടൈഗർ ടൈഗർ ടൈഗർ. എപ്പോഴാണ് ഇതിൻ്റെ പല്ല് പൊടിയുന്നത് ആ സമയം മുതലാണ് ഇത് വളരാൻ തുടങ്ങുന്നത്. മെച്ചോർ ആവാനുള്ള ടൈം. 2 വയസ്സായതേ ഉള്ളൂ. നിങ്ങൾ കണ്ടോണം, നമ്മൾ അന്ന് മുതൽ നിർത്തി അതിന് കൊടുക്കുന്ന ആഹാരവും കണ്ടോണം. നമ്മുടെ ഫാമിൽ കണ്ടല്ലോ അവരുദ്ദേശിക്കുന്ന കണക്ക്. ഒരു പിടി കൊമ്പ്, 2 വയസ്സ് എബവ്, 2 പല്ല് പോയിട്ടുണ്ട്. അവരുടെ കുട്ടികളാണ്. അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടിയുടെ വളർത്തുകാർക്കുള്ള കുട്ടികൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ല. ആൾക്കാർ വരട്ടെ, നോക്കട്ടെ, എടുക്കട്ടെ. എല്ലാം പിടിക്കുക മകളെ. ചേട്ടാ പിന്നെ പറഞ്ഞു എല്ലാവരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പോത്തിനെ വളർത്തിയ ലാഭമില്ല എന്നാ. ഇതിനകത്ത് ലാഭം കുറവ് എങ്ങനെ, ലാഭം കൂടുതൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറയാമോ? മോനെ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം. ലാഭമില്ല ഇതിൻ്റെ പുറകെ എന്തിനാ മനുഷ്യൻ തെള്ളുന്ന എന്തിനാ? അതെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1 രൂപ നഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മനുഷ്യനും ആ പണി ചെയ്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു രീതി. 1 രൂപ ലാഭം കൊണ്ടേ വരും. പിന്നെ വളർത്താൻ അറിഞ്ഞുകൂടാത്തവർക്ക്, ഞാൻ വിശദീകരണം പറയാം. വളർത്താൻ അറിഞ്ഞുകൂടാത്തവർക്ക് നഷ്ടം തന്നെ. നോർമലി ഇവർക്കുള്ള ഒരു ഫീഡിൽ ഇവർക്ക് കാട്ടിലായാലും ഇവരാരും നമ്മൾ ഈ പറയുന്നിടത്തൊന്നും കയറ്റി വളർത്തുന്നില്ല. കാട്ടിലായാലും എവിടെ ആയാലും നോർമലി ഒരു ഫീഡുണ്ട്. അത് കൊടുത്ത് വളർത്തിയാൽ അവർ അതേ വളർച്ച വളരും. പിന്നെ എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ലോകത്തില്ലാത്ത പൈസ കൊടുത്ത് പരുത്തി കിരുത്തി അത് ഇതെല്ലാം മേടിച്ച് കൊടുത്ത് വളർത്തുമ്പോൾ കുറച്ചുകൂടെ തടിയും ആരോഗ്യം കാണും. മനസ്സിലായി? അതിൻ്റെ ഒരു ചിലവ് വ്യത്യാസം വരും. 50 രൂപ ചിലവിന് 250 രൂപയിലോട്ട് കിടക്കും. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ എല്ലാവരോടും പറയുന്നത് കറക്റ്റായിട്ട് പേരയുടെ ഇഞ്ചക്ഷൻ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം അകത്തുള്ളതും വെളിയിലുള്ളതും ചാവും ഇഞ്ചക്ഷൻ എടുത്താൽ. ഗുളിയേക്കാൾ നല്ലത് ഇഞ്ചക്ഷൻ. ഗുളിയേക്കാൾ നല്ലത് ഇഞ്ചക്ഷൻ. അവർക്ക് വിശപ്പ് കൂടും, അകത്തുള്ളതങ്ങ് ചാവും. അതിനൊരു ഇവരെ ആക്രമിക്കുന്ന എന്തെല്ലാം കീടങ്ങളുണ്ട് അതൊന്നും പിന്നെ വെളിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം മാറും. രോമത്തിനകത്ത് ഒന്ന് മുറിഞ്ഞാൽ പോലും പുഴുക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഇഞ്ചക്ഷനിലുണ്ട്. ഇത് നമ്മളെല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ്. ഇവിടെ വരുന്നവർ പറയും അത് കറക്റ്റ് എല്ലാ 2 മാസത്തിനും ചെയ്യണം. ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് ആ ഗ്രോത്ത് ഉണ്ടാവും. എന്നിട്ട് കരപ്പുല്ല്, മാക്സിമം കരപ്പുല്ല് എവിടെ ഉണ്ട് തീറ്റിക്കാൻ. വയലിൽ കൊണ്ടുപോയി വെള്ളത്തിലിടണമെന്നല്ല, അതൊന്നും ശാസ്ത്രീയമായ കാര്യമാണ്. അറിയാനെന്നും ആന പോലുള്ള പോത്തിനെയൊന്നും വെള്ളത്തിലിട്ടല്ല കൊണ്ടുവരുന്നത്. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അവിടെ ഒരു വെള്ളത്തിലിടില്ല. 2 നേരം നല്ല രീതിയിൽ കുളിപ്പിക്കും, ഏതെങ്കിലും തണുപ്പത്ത് കെട്ടും, അങ്ങനെയൊക്കെയാണ്. ഇവരെ ചൂടിൽ വെയിലടിക്കുമ്പോഴാണ് ഇവർ ഈ വെള്ളത്തിൽ കിടന്ന് പോത്ത് ഉരുളുന്നത്. ഇവരുടെ തൊലിക്ക് അത്രയും. പൊതുവെ എല്ലാവരും പറയും കണ്ടത്തിലിട്ടാലേ പോത്ത് വളരത്തുള്ളൂ. കണ്ടത്തിലിടാതെ വളരുന്നത് കിടക്കുന്നു. കണ്ണം ഇവിടെ ഉണ്ടെങ്കിലും കണ്ണം കണ്ടിട്ടില്ല എൻ്റെ പോത്തോട്ട്. 2 വയസ്സായ തോലും അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇറക്കി വെളിയിൽ കാണിച്ചു തരാം. അല്ലാത്ത കൈത്തീറ്റ മാത്രമേ കൊടുത്തു. കൈത്തീറ്റ ഇവിടെ നമ്മൾ പുല്ല് അറുത്തിട്ട് കൊടുക്കും. കുറഞ്ഞ തീറ്റി ഏതാ ചീനി വേസ്റ്റ്, ചോളത്തിൻ്റെ വേസ്റ്റ്, ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സഡ് തന്നെയാണ്. 450 രൂപയേ ഉള്ളൂ ഒരു ചാക്കിന്. 40 കിലോ ഉണ്ട്, 40 കിലോ ഉണ്ട്. ആ സാധനത്ത് 1850 രൂപയുടെ പരുത്തി മേടിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതെ, നിങ്ങൾ ഇതോടെ അവിടെ ഇതിനെ സ്പഷ്ടമായിട്ട് കാണിച്ചു തരാം. നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് നടന്നു പോകാം. മനസ്സിലായില്ലേ? ഇതൊക്കെ ചില കർഷകർ അന്നേരമാണ് അവർ നഷ്ടമാണെന്ന് പറയുന്നത്. നമ്മൾ കോഴിയെ വളർത്തിയാലും അതിന് ഡെയിലി ഫീഡിങ് കൊടുത്ത് വളർത്തുന്ന കോഴിക്കകത്ത് നിന്ന് കിട്ടുന്ന മുട്ടയും മുട്ട ചിലപ്പോൾ കൂടുതൽ കിട്ടും. പക്ഷേ ആ ഫീഡിങ് കോസ്റ്റോ ചിലവ് കൂടുതലാണ്. നേരെ മറിച്ച് 10 കോഴി നമ്മളെ വീട്ടിലുണ്ട്, കിതഞ്ഞ് തിന്ന് വെളിയിൽ നിന്ന് തിന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭമാണ്. ആ കിട്ടുന്ന ലാഭമാണ്. താറാവൂടുണ്ട്, 10-60 മുട്ട നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നേരത്തെ ചാപ്പാടേ കൊടുക്കാറുള്ളൂ, ബാക്കി കണ്ടെത്തി വിട്ടേക്കുക. അവർ തപ്പിത്തറഞ്ഞ് തിന്ന് വരുമ്പോൾ നമുക്ക് ലാഭം. നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചാലേ ചിലവ് കുറയത്തുള്ളൂ. ഇപ്പം പന്നി വളർത്തുന്നവർ ഭയങ്കര ലാഭം, ലക്ഷക്കണക്കിന് രൂപ പന്നി വളർത്തി ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാം, അവർക്ക് കിട്ടുന്ന മൊത്തം വേസ്റ്റാണ്. അതെ, ഗവൺമെൻറ് ഫാമുകളിലേ ഉള്ളൂ. എന്തെങ്കിലും ഈ പറയുന്ന കണക്ക് കാശ് കൊടുത്ത് മേടിച്ച് അത് സർക്കാരിന് അത് അറിയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അവരുടെ ഇല്ല. ബാക്കിയുള്ളവർ കിട്ടുന്ന ഹോട്ടൽ വേസ്റ്റ്, അത് ഇത് കോഴി വേസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടാണ് ഈ പന്നികളെ വളർത്തുന്നത്. നമ്മളതിന് ഫീഡിങ് കോസ്റ്റ് ഇല്ലല്ലോ. ഫീഡിങ് കോസ്റ്റ് എന്തുമാത്രം നമ്മൾ ഇത്രയും ചിലവാക്കുന്നത് കർഷകന് നഷ്ടമായിട്ടേ വരത്തുള്ളൂ. എനിക്ക് പറയാനതേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മൾ നോർമൽ കോസ്റ്റിൽ മിക്കാറുള്ളതിനെല്ലാം വളർത്തുന്നു. കാരണം നോർമൽ കോസ്റ്റിൽ വളർന്നവരെല്ലാം അവിടെ ഉണ്ട്. വന്നാട്ടെ കാണിച്ചു തരാം. അതുപോലെ നമ്മളെ കുട്ടിയുടെ കാര്യങ്ങൾ ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. കർഷകർക്ക് വേണ്ടുന്നവർക്ക് പ്രമാണം ഇത് ഇപ്പം നമ്മൾ ഈ ആഴ്ച മൂന്നാമത്തെ ലോഡാണ്. 2 ലോഡ് ഇന്നലെ തീർന്നു. 1 ലോഡ് ഞാൻ 1 ലോഡ് വന്നായിരുന്നു, ഫുള്ള് തീർന്നു. പിന്നെ ഇന്നിറക്കിയ ലോഡാണ് 55 പീസ്. അതിനകത്ത് നമുക്ക്
250 മുതൽ താഴോട്ട് 100 ബിലോ ഉള്ള കുട്ടികൾ വരെ ഉണ്ട് 5-6 എണ്ണം. മനസ്സിലായോ? അങ്ങനെ സ്ലിപ്പാകരുത്. വരുന്നു. നമ്മൾ ആ നോർമൽ തീറ്റി കൊടുത്ത് വളർത്തുന്ന നമ്മളെ കാളയായത് പശുക്കുട്ടികൾ. ഇനി ആ തീറ്റയും കാണിക്കാം. പശുക്കുട്ടികൾ ഇത് നമുക്ക് ഗിയർ ഇത് എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് അറിയാം. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി പിടിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഗോശാലയിൽ നിന്ന് ഗിഫ്റ്റായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. പേര് ഞാൻ പറയുന്നില്ല. സുഹൃത്ത് തന്നതാണ്. അത് ഞാനത് കൊടുത്തിട്ടില്ല. എന്താണെന്നറിയാം, അവനെ നമ്മുടെ ഒരു ഇച്ചിരി കറക്റ്റായിട്ട് എടുത്തു. നമ്മളൊരു ഫാമിലി അസറ്റായിട്ട് വളർത്തി. ഞാനവിടെ ഒരു കുട്ടിയെ ചോദിച്ചപ്പോൾ വിനോദമായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അത് പാണ്ടർക്കോടെ വെച്ച് എൻ്റെ വണ്ടി പിടിച്ച സമയത്ത് നമ്മളെ പേരും പറഞ്ഞ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഇതിലാണ് ജിത്തുബായി എന്ന്. പുള്ളി എനിക്ക് തന്നത് ഗിഫ്റ്റായിട്ട് തന്നത്. പിന്നെ അവർക്കെല്ലാം അറിയാം ഇതിനെ നമ്മൾ വളർത്താൻ കൊണ്ടുവരുന്ന സാധനമാണെന്നറിയാം, കർഷകർക്ക് കൊടുക്കാൻ. പക്ഷേ ഒരൊറ്റ ഒഫൻസേ ഉള്ള നമ്മളെ കയ്യിൽ വരുന്നത് എന്തെന്നറിയാം, ആനിമൽ ക്രൂവൽറ്റി, ഓവർലോഡ്. കാരണം അവിടെ നിന്ന് വരുന്നവർ വണ്ടിക്കകത്ത് അങ്ങനെ വന്നാൽ നമുക്ക് 30 പീസും കൊണ്ട് വരാനൊക്കത്തില്ല. 2 ലക്ഷം രൂപ വണ്ടി വാടകയാണ്. അതുകൊണ്ടാണ് ഈ 55 പീസ് ചേർക്കുന്നത്. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് ആ ഇത് വരുന്നത്. എല്ലാം കർഷകർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ഇതാട്ടെ അവൻ തിന്നുന്ന ആഹാരമായത് ഈ നിൽക്കുന്നവൻ 2 വയസ്സായതാണ്. ഇപ്പോൾ ഇവൻ്റെ ആക്ച്വൽ വെയിറ്റ് വെളിയിൽ ഇറക്കണോ? വേണ്ട, വേണേ അങ്ങോട്ട് ഇറക്കാം. മനീഷ് ഭായ് തോടാ അപ്പന ഞാൻ കുഞ്ഞിലെ കൊണ്ടുവന്നേ പഞ്ചായത്തിൻ്റെ കുട്ടി എടുക്കാൻ. ഞാൻ കൊച്ചിലെ കൊണ്ടുവന്ന ഒന്നും ആയില്ല. 2 പല്ല് അങ്ങോട്ട് നോക്കണം. മകളെ പഞ്ചായത്തിൻ്റെ കുട്ടി എടുക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ തരുന്നുണ്ട്. കൊച്ചു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അന്ന് എടുത്ത് വെച്ച ഫോട്ടോ എൻ്റെ കയ്യിൽ. ഇവൻ്റെ കൊമ്പ് ഇപ്പോൾ കണ്ട വളഞ്ഞിരിക്കുന്നത്. ചിലർ പറയും കൊച്ചിലെ ചുരുട്ടി ഉള്ളത് നോക്കി എടുക്കരുത്. മനസ്സിലായി? എന്താണെന്നറിയാം, അത് ഉച്ചിയിൽ തട്ടും. ഇവൻ്റെ കൊമ്പ് നല്ല നീളം, ഇത്ര നീളമായിരുന്നു. എന്നിട്ട് നീണ്ടിട്ടാണ് അത് വളഞ്ഞത്. ഇപ്പം തന്നെ എനിക്കൊരു 2 പ്രാവശ്യം ചെറുതായിട്ട് ഉരയ്ക്കേണ്ടി വന്നു. 2 പല്ലേ പോയിട്ടുള്ളൂ. 2 പല്ല്. 2 കൊല്ലം കഴിഞ്ഞു. 2 വയസ്സായതേ ഉള്ളൂ. 2 വയസ്സായതേ ഉള്ളൂ. നിങ്ങൾ കണ്ടോണം. നമ്മൾ അന്ന് മുതലേ നിർത്തി അതിന് കൊടുക്കുന്ന ആഹാരവും കണ്ടോണം. കണ്ടല്ലോ എത്ര കിലോ? ആ 450 രൂപ. മനി ഇതരാജ इसको कौन सा एक्स्ट्रा फूड क्या देते? कुछ नहीं है ना, काली घास. हाँ अपना वो वेस्ट 450 ഉണ്ട്. 450 രൂപയുടെ വേസ്റ്റ്. അത് അവിടെ കിടപ്പുണ്ട് ആ സാധനം നിങ്ങളെ മുമ്പിൽ. 2 साल हो गया इसका. 2 साल का ऊपर आ गया. 2 साल का ऊपर नहीं है, 2 साल हो गया. 2 साल इधर. ये मेरा बच्चा है. हाँ कितना किलो है आएगा? ये 600 किलो है अभी. 650. देखने में 1000 का ऊपर है. 1000 का ऊपर है. वो 1000 किलो ऐसा बोलते हो, गलत है, झूठ बोलते. ഇപ്പോൾ കയറ്റി തൂക്കിയാലും വേണേൽ കാണിച്ചു തരാം. അവൻ ഇനി ഒന്നും ആയിട്ടില്ല. ഇവനെ നമ്മളിവിടെ നിർത്തി ഇവൻ എന്തുമാത്രം വളരുമെന്ന് അറിഞ്ഞതിന് ശേഷമേ നമ്മൾ കൊടുക്കൂ. അവൻ്റെ ഇതിനെ ഇപ്പോൾ കൊടുക്കത്തില്ലല്ലോ. ഇപ്പോൾ കൊടുക്കത്തില്ല. ഇതിനെയൊക്കെ കൊടുക്കുന്ന പറയാൻ മോഹവിലയ്ക്ക് കൊടുക്കൂ. കട്ടിങ്ങിനായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഒരാളെ ഫാമിലേക്ക് മേടിച്ചുകൊണ്ട് പോയി നിന്നാൽ ഇന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊരു കാഴ്ച വസ്തു കണ്ട് അവർക്ക് തന്നെ കണ്ടിട്ട് പറയുന്നില്ല. ഒരു ഇമ്പമാണ്. ഇവനെ നല്ല തേച്ച് കുളിപ്പിച്ച് നമ്മൾ വലിയ സംരക്ഷണം ഒന്നുമില്ല. നോർമൽ ഒരു വെള്ളമടി കാര്യങ്ങൾ പോകാണ്ടേ. ഇവിടെ അങ്ങോട്ട് കിടക്കുന്ന മൊത്തവും നമ്മുടെ ഇവനെ കണ്ടെത്തി കൊണ്ടുപോകാറ്. ഇതുവരെ കണ്ടെത്തി ഇറക്കിയിട്ടില്ലല്ലോ. ഇതുവരെ കണ്ടെത്തി ഇറക്കിയിട്ടില്ല. കണ്ടെത്തി വരത്തില്ല. അവൻ അവിടെ കിടന്ന് തിന്നുക, എടുക്കുക. രാത്രി നമ്മളിവിടെ വ്യായാമത്തിന് ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി കെട്ടും. എന്തിനാണെന്നറിയാം, അവനൊന്നും നടന്ന് തിന്നാം. പോത്തിനെ വളർത്തുന്ന മോശമെന്ന് പറഞ്ഞിട്ടാണ്. വളർത്തേണ്ട രീതി വളർത്തണം. ഇപ്പം അവനെ ഇപ്പോൾ വേണമെന്ന് പറയാം, മോഹവിലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് അവർ കൊണ്ടുപോകും. കാരണം ഒരു ഫാമിലിക്കോ കാര്യത്തിനോ നമ്മൾ അവനെ എടുത്തു. കാരണം അവൻ്റെ 6 പല്ല് വന്നതിന് ശേഷമേ ഇവൻ്റെ പൂർണ്ണ വളർച്ചയാവും. പിന്നെ പല്ല് കാണിച്ചു തരാം. അതിൻ്റെ അപ്പോൾ അവനെ ടൈഗറെ ഇനി വാ നോക്കണം. അവൻ ശല്യം ഒന്നുമില്ല. അതിലെന്താ ഇത് കണ്ടോ? കണ്ടല്ലോ 2 പല്ല്. കള്ളം പറയുകയാണോ? പിന്നെ ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം ഇനി ബാക്കിയുള്ള 4 പല്ലൂടെ പൊഴിച്ചിട്ട് അയാൾ മാത്രമേ അവൻ്റെ ആ പക്ക വളർച്ചയെത്തും. അതിന് ഇനി 2 കൊല്ലം കൂടി എടുക്കും ഫുൾ പല്ലാവാൻ. അപ്പോൾ ഇവൻ്റെ സൈസ് എന്താവും നോക്കണം. ഇത്ര ആയതാ चाचा बाद में बढ़ेगा और अभी बढ़ने का टाइम है. अभी
എപ്പോഴാണ് ഇത് പല്ല് പൊടിയുന്നത് ഇതും കർഷകർക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് ഇതിൻ്റെ പല്ല് പൊടിയുന്നത് ആ സമയം മുതലാണ് ഇത് വളരാൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ മെച്ചുവർ ആവാനുള്ള ടൈം എടുക്കും. അത് മനുഷ്യരായാലും എന്തോ ആയാലും എല്ലാ ജീവജാലങ്ങൾക്കും ആ പ്രായപൂർത്തിയാവുന്ന ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു വളർച്ച വളരും, ഡബിൾ ഗ്രോത്ത് ആയിരിക്കും. അപ്പോഴത്തേന് നമ്മൾ ആൾക്കാർ കൊടുത്തു കളയും പോകും. അതുവരെ ആർക്കും നോക്കി മുന്നോട്ടേ അപ്പോഴേ കൊടുത്തു കളയും. അവരതുവരെ നോക്കി വളരുന്നില്ല. വളരുന്ന സമയമാകുമ്പോൾ കൊടുത്തു കളയും. എപ്പോൾ പല്ല് പൊഴിയാൻ തുടങ്ങുന്നു പിന്നീട് എക്സ്ട്രാ ഗ്രോത്താ മോനെ. ഓരോ മാസം നിൽക്കുന്നതിൻ്റെ വ്യത്യാസം വരും. തീറ്റയുടെ കാര്യം പറഞ്ഞു. അത് നമ്മളാ കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മളെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയാണ് നമ്മളെ സ്ഥലം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ തീറ്റയ്ക്ക് നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ പറയണോ? കൊറിയർ ചെയ്ത് കൊടുക്കുമോ അതോ? കൊറിയർ പറ്റത്തില്ല. കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടെ 25 കിലോമീറ്ററിനകത്തുള്ള ചുറ്റുകളാണ്. ആൾക്കാർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ സപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫാമുകൾക്കോ കാര്യങ്ങളോ അല്ല ഉള്ളൊരു സ്കൂട്ടിയായിട്ട് വന്നാലും ഒരു സ്കൂട്ടി 2 എണ്ണം പോകും ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പോത്തിനെടുക്കുന്നവരെല്ലാം അങ്ങനെ ഉണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അല്ല നഷ്ടമാണെന്ന് പറയുന്ന കർഷകർ എന്തോ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അറിഞ്ഞൂടാതെ വാരി കോരി കൊടുത്തിട്ട് കാര്യമില്ല.